കാപ്പി ഭയങ്കര നല്ലതാണ് ലിവറിന് എന്ന് ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണമുണ്ട്. സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് അത് വിശ്വസിക്കണോ വേണ്ടയോ? വിശ്വസിക്കണം. കാപ്പി നല്ലതാണോ? കാപ്പി നല്ലതാണ്. കാപ്പി എന്ന് പറയുമ്പോൾ ബ്ലാക്ക് കോഫിയാണ്. പാൽക്കാപ്പി അല്ല. പാൽക്കാപ്പി അല്ല. നമ്മൾ ഷുഗറും ഇല്ല, ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ കട്ടൻ കാപ്പി, ശരിക്ക് കയ്പുള്ള നല്ല കട്ടൻ കാപ്പി. അതെ അതെ, അതും അധികം പാടില്ല. സ്റ്റഡീസ് പറയുന്നത് 2 to 3 കപ്സ് ആണ്. 3 കപ്സിന് മുകളിൽ ആണെങ്കിൽ എഫക്റ്റ് ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ അത് പല പല കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക. അതായത് ലിവറിൻ്റെ സ്റ്റിഫ്നെസ് കൂടെ, ഫൈബ്രോസിസ് പോകുന്നത്, സിറോസിസ് ഒക്കെ പോകുന്നത് അതിനെ പ്രിവെൻറ്റ് ചെയ്യും. ഫാറ്റി ലിവർ നല്ലതാണ്. ഈ പറഞ്ഞ പോലെ ആൽക്കലൈൻ ALT അല്ലെങ്കിൽ ALT എന്ന് പറഞ്ഞ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കും ബ്ലാക്ക് കോഫി കുടിച്ചാൽ. 2 തൊട്ട് 3 കപ്പ് വരെ. 3 കപ്പിന് മുകളിൽ കുടിച്ചാൽ വീണ്ടും സിറോസിസ് പേഷ്യൻ്റെ അകത്ത് ലിവർ ക്യാൻസർ വരെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഇതുണ്ടെന്നുള്ള സ്റ്റഡീസ് ഉണ്ട്. ഇത് പ്രൂവൺ ആണ്. അത് അവർ ചെയ്തേക്കുന്നതൊക്കെ വെസ്റ്റേൺ സ്റ്റഡീസാണ്. അവർ യൂസ് ചെയ്തേക്കുന്ന ബ്ലാക്ക് കോഫിയാണ്. അതിൻ്റെ അകത്ത് പാലില്ല, പഞ്ചസാരയില്ല. അപ്പോൾ അവർ കുടിക്കുന്ന ഒരു 200-300 അവരുടെ ഒരു കപ്പിൻ്റെ അളവ് വെച്ചിട്ടാണ് അവർ പറയുക. ഒരു കോഫി മഗ് ഉണ്ടല്ലോ. ഫാറ്റി ലിവറിന്റെ തുടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ലിവർ സിറോസിന്റെ തുടക്കമുള്ള ആളുകൾ ഒരു ദിവസം 3 to 4 കപ്സ് ഓഫ് കാപ്പി, കട്ടൻ കാപ്പി വിത്തൗട്ട് മധുരം, 3 മതിയോ? 3 കപ്പ് കാപ്പി വിത്തൗട്ട് മധുരം, വിത്തൗട്ട് പാല് കുടിക്കുന്നത് നല്ലതാണ്. ലിവർ ക്യാൻസറെ തടയാം. 2 കാര്യങ്ങളാണ് ലിവർ ക്യാൻസർ. ഒന്ന് കോഫി, ഫാറ്റി ലിവർ ഉള്ളവരും സിറോസിസ് ഉള്ളവരും കോഫി കുടിക്കുക. പിന്നുള്ളത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ. ഹെപ്പറ്റൈറ്റിസ് ബി സിറോസിസ് ഉള്ളവരോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ളവർ, ഇപ്പം എന്താ പറയുക, എല്ലാ പോപ്പുലേഷനിലും ആർക്കും ഹെപ്പറ്റൈറ്റിസ് ബി കിട്ടും. അത് ബ്ലഡിലൂടെ പകരുന്നതും ഒരു അസുഖമാണത്. ഇപ്പോൾ ഗവൺമെൻറ് വാക്സിനേഷൻ പ്രോട്ടോക്കോളിൽ തന്നെ പിള്ളേർക്കെല്ലാം കുട്ടികൾക്കെല്ലാം ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ കുറച്ച് മുതിർന്ന ജനറേഷൻ അത് കിട്ടിയിട്ടുണ്ടാവില്ല. കുട്ടികൾക്ക് ആർക്കും എടുക്കാവുന്ന ഒരു വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. അല്ല, ഞാൻ ചോദിച്ചാൽ ഏത് സമയം തൊട്ടാണ് കുട്ടികളുടെ വാക്സിനേഷൻ ലിസ്റ്റിൽ ഈ വാക്സിൻ വന്നിട്ടുള്ളത്? 2003 തൊട്ടാന്ന് തോന്നുന്നു. 2003 തൊട്ട് അവർ പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് തുടങ്ങി. 2005-6 ആ സമയം 2010 തൊട്ടുള്ള കുട്ടികൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അവരുടെ വാക്സിനേഷൻ ലിസ്റ്റിലുണ്ട്. അപ്പൊ 2010 മുന്നേ ഉള്ള ഞങ്ങളെ പോലുള്ള കുട്ടികൾ ഇപ്പൊ പോയി എടുക്കാവോ? എടുക്കാം. ആണോ? ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കൂടുതലും അമ്മേന്ന് മക്കളിലോട്ട് പകരാം. പല രീതിയിൽ പകരാം. സെക്ഷൽ റൂട്ടിൽ പകരാം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ കൂടെ പകരാം, ബ്ലഡ് റൂട്ട് വഴിയാണ് വരിക. അപ്പോൾ അമ്മയിൽ നിന്ന് മക്കൾ വരെ വരുന്നത് ഭയങ്കര കോമൺ ആണ്. അപ്പോൾ ഫാമിലിയിൽ പലർക്കും ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഇൻഫെക്ഷൻ ഉണ്ടാവാം. നമുക്ക് അറിയില്ലാവില്ല. ചില സമയത്ത് ഈ വൈറസ് ലിവറിനകത്ത് കയറിയിരിക്കും. ഈ ജന്മന കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ലിവറിന് അത് പുറത്തെ ഒരു സാധനമായിട്ട് മനസ്സിലാവില്ല. അത് ടോളറൻസ്, നമ്മുടെ ആളാന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യില്ല. അത് അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. പക്ഷേ ഒരു 20 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അത് സിറോസിസ് ആയിട്ട് വരാം. സിറോസിസ് ആയില്ലെങ്കിലും വിത്തൗട്ട് സിറോസിസ് തന്നെ ലിവർ ക്യാൻസർ ആയിട്ട് വരാം. ഇങ്ങനെയുള്ള ഈ 2 റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മളിത് കൂടുതൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രഗ്നൻറ്റ് മദേഴ്സിന് ഇപ്പോൾ നമ്മൾ എല്ലാവരും ടെസ്റ്റ് ചെയ്യും ഗവൺമെൻറ് സ്കീമിൻ്റെ ഭാഗത്ത്. അപ്പോൾ പ്രഗ്നൻറ്റ് മദറിൽ നമ്മൾ സാധാരണ പിക്ക് ചെയ്യും. ആ സമയത്ത് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. മക്കൾക്ക് ജനിച്ച ഉടനെ വാക്സിനേഷൻ കൊടുക്കാം, ആൻറ്റിബോഡി വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ അതങ്ങനെ ഒരു രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാം. രണ്ടാമത്തേത് വാക്സിൻ വെച്ചിട്ട് പ്രിവെൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ റൂട്ടിലുള്ള ട്രാൻസ്മിഷൻ, ഹോർസോൺ ട്രാൻസ്മിഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ പൊതുവെ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് നമ്മുടെ എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി ഉണ്ടായി ഒരേ സമയം വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ആ രോഗം നമ്മുടെ ഇവിടെ ഇല്ലാണ്ടാവും. അതായത് ഇന്ത്യയിൽ ഒരു മോഡറേറ്റ് പ്രിവലൻസ് ഉള്ള സാധനമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. അതായത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ 3 തരത്തിലുള്ള. അപ്പോൾ ഇന്ത്യയിൽ അത്യാവശ്യം ഉള്ളതാണ്. അതായത് 100 പേരെടുത്ത് അതിൻ്റെ അകത്ത് 3 തൊട്ട് 5 വരെയാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ പോസിറ്റീവാണ് ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പോൾ നമ്മളത് വാക്സിൻ എടുക്കേണ്ട, പ്രിവെൻറ്റ് ചെയ്യേണ്ട സാധനമാണ്. സിറോസിസും ക്യാൻസറും പ്രിവെൻറ്റ് ആവും. ആസ് എ പോപ്പുലേഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നല്ല ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുത്ത ആളുകൾക്ക് ലിവർ ക്യാൻസർ വരില്ല. അങ്ങനെയല്ല, ഹെപ്പറ്റൈറ്റിസ് ബി കാരണമുള്ള ലിവർ ക്യാൻസർ വരില്ല. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കാരിയർ നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായി വരുന്നത്. ഇപ്പൊ അമ്മയുടെ കേസ് പറഞ്ഞല്ലോ, അമ്മ ത്രൂ കുട്ടിക്ക് കിട്ടുന്നത്. അച്ഛന്മാർക്ക് അല്ലെങ്കിൽ വീട്ടില് ഇപ്പൊ അച്ഛനോ അമ്മയ്ക്കോ ലിവർ സിറോസിസ് വന്നിട്ടുള്ള ഒരാൾക്ക് അയാൾക്ക് അവരുടെ മക്കൾക്ക് ലിവർ സിറോസിസ് വരാൻ സാധ്യതയുണ്ടോ? ഡെഫിനറ്റ്ലി. അത് നമ്മൾ കാരണം നോക്കണം, എന്തുകൊണ്ടാണ് സിറോസിസ് വന്നത് നോക്കണം. ഇപ്പോൾ ഈ അമ്മയും അച്ഛനും പറഞ്ഞുകൊണ്ട് തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി അതിൻ്റെ അകത്തൊരു കാരണമാണ്. ഫാമിലി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കാരണമാണ് വന്നിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിലും അതായത് ബാക്കിയുള്ള നമ്മുടെ ഫാറ്റി ലിവർ കാരണം നമ്മൾ പറയുമല്ലോ, സാധാരണ ഫാറ്റി ലിവർ, വെയിറ്റ് കൂടി, അതിനൊക്കെ പല ജീൻസ് ഉണ്ട്. നമുക്ക് കോമൺലി ടെസ്റ്റ് ചെയ്യാവുന്ന തന്നെ 3 ജീനുണ്ട്. PNPLA3 എന്നൊക്കെ പറഞ്ഞ ജീനുകളുണ്ട്. അപ്പോൾ ആ ജീനുകളൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അത് ഉള്ളത് കൊണ്ട് അത് വരണമെന്നില്ല, പക്ഷേ റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ ഈ പറഞ്ഞ ഫാറ്റി ലിവർ ഇതേപോലെ ഫാമിലിയിൽ ഓടാം. പിന്നെ ഫാമിലി റൺ ചെയ്യുന്നതാണ് വിൽസൺ ഡിസീസ് പോലത്തെ ജനറ്റിക്, അതായത് ലിവറിന് സ്പെസിഫിക് ആയിട്ടുള്ള അസുഖങ്ങളുണ്ട്, അത് വരാം. അപ്പോൾ നമ്മൾ ഫാമിലി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ വൈറസിനെ റൂൾ ഔട്ട് ചെയ്യുക, പിന്നീട് ഈ ഫാറ്റി ലിവർ ആണോ നോക്കുക. പിന്നെ ജനറ്റിക് കോസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇച്ചിരി റെയറാണ്, ഇന്ത്യയിൽ എന്നാലും ഉണ്ട്. പക്ഷേ നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്ത് നോക്കണം, കാരണം അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ട്രീറ്റ് ചെയ്യാവുന്ന സാധനം
ആൽക്കഹോളിക്കാണ് ഈ പറഞ്ഞ പോലെ റിസ്ക് ഫാക്ടർ. ഈ പറഞ്ഞ ജീനുകളൊക്കെ ഉള്ളവർ ആൽക്കഹോൾ കുടിച്ചാൽ റിസ്ക് കൂടും. ബാക്കിയുള്ള ഒരാൾ കുടിക്കുന്ന അത്രയും കുടിക്കണമെന്നില്ല. അബ്സല്യൂട്ട്ലി ആൽക്കഹോൾ ലെവൽ ഇല്ല കേട്ടോ. ആൽക്കഹോൾ ലെവൽ സേഫ് ലെവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഡയലോഗാണത്, അവൻ ഇത്ര കാലം ആൽക്കഹോൾ ഉപയോഗിച്ചിട്ട് ഒരു പ്രോബ്ലം ഇല്ലല്ലോ, ഞാൻ എന്താ ഉപയോഗിച്ചാൽ കുടിച്ചിങ്ങനെ നടക്കുന്ന ഒരാളാണ്, അയാൾക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്താ നമുക്ക് അറിയില്ല. നമുക്ക് അറിയാവുന്നത് 10-70 ജീൻ ഉണ്ട്, അതിനകത്ത് 3 ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അറിയാത്ത ഒരു 150 ജീൻ വേറെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നോളജ് ഭയങ്കര ലിമിറ്റഡ് ആണ്. നമ്മൾ ഈ പറയുന്ന സ്റ്റഡി എല്ലാം ഒരു പോപ്പുലേഷനെ വെച്ചിട്ടാണ്, ഒരാളെ വെച്ചിട്ടല്ല. ഒരു 100 പേരെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് 90 പേർക്ക് വന്നു എന്നാണ്. നമ്മൾ 90-ലാണോ 100-ലാണോ ഏതാണെന്ന് നമുക്കറിയില്ല. വേറെ തെറ്റിദ്ധാരണയാണ് അമിതവണ്ണമുള്ളവർക്ക് മാത്രമേ ഫാറ്റി ലിവർ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ ഫാറ്റി ലിവറിൻ്റെ ഇപ്പം ടെർമിനോളജി മാറ്റിയത്. ന്യൂവർ ടെർമിനോളജി മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് ലിവർ ഡിസീസ് എന്നാണ്, മാഷ് എന്നാണ് അതിന് ഇപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ MASLD എന്ന് പറയും. ഇപ്പോൾ 100 ഫാറ്റി ലിവറിൽ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 10 പേര് ലീനായിരിക്കും, മെലിഞ്ഞവരായിരിക്കും. ശരിക്കും ലീൻ ഫാറ്റി ലിവർ എന്നാണ് ഇതിൻ്റെ വിളിക്കുക. ലീൻ നാഷ് അല്ലെങ്കിൽ ലീൻ മാഷ് എന്നിപ്പോൾ വിളിക്കും. അങ്ങനെ ഉണ്ടാവാറ്. അപ്പോൾ എല്ലാവരും ഒരു റിസ്ക് ഫാക്ടറുള്ള എല്ലാവരും ഇത് ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ നോക്കി കഴിഞ്ഞാൽ ഒരു 20-25 വയസ്സ് കഴിഞ്ഞാൽ ഫാറ്റ് ലിവർ ചെക്ക് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഇന്ത്യയിൽ 30% വെയിറ്റ് നോർമലായിരിക്കും, BMI നോർമൽ ആവാം. പക്ഷേ ഓവർ വെയിറ്റ് ഉള്ള ആളുകൾക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് ഉണ്ടല്ലോ, ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഈ ഓവർ വെയിറ്റ് ഉള്ള ആള്, അതായത് കമ്പാരിറ്റീവ്ലി നമ്മൾ പറയുന്ന അമിതവണ്ണമുള്ള ഒരാള് ഈ ബാരിയാട്രിക് സർജറി ഉണ്ടല്ലോ, അത് ചെയ്യുന്നത് ഇതുപോലെ ഫാറ്റി ലിവർ പോലെ അല്ലെങ്കിൽ വേറെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഓവർ വെയിറ്റ് കാരണം വരുന്ന ഡിസീസസ് കുറയ്ക്കാൻ സഹായിക്കും. ഫാറ്റി ലിവർ എന്ന് പറയുന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മുടെ വെയിറ്റ് നോർമൽ ആണെങ്കിൽ തന്നെ ഒരു 3% വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ലിവർ തിരിയും. അതായത് നോർമൽ വെയിറ്റ് ഉള്ള ആൾക്ക് ഫാറ്റ് ലിവർ വരാൻ സാറ് പറഞ്ഞില്ലേ, മനസ്സിലായി. അപ്പോൾ അവർ തന്നെ ഒരു 3% വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഫാറ്റ് ലിവർ കുറയും. ബാക്കിയുള്ളവരൊരു 5-10% വരെ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ലിവർ കുറയും. അപ്പോൾ ബേരിയാട്രിക് സർജറി എന്ന് പറയുന്ന സാധനം എന്തായാലും വെയിറ്റ് കുറയ്ക്കും. വെയിറ്റ് കുറയുന്ന വഴി ഫാറ്റ് ലിവറും കുറയും. പക്ഷേ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും പോയ വെയിറ്റ് അത് വരാണ്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് പോവാം. വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ മരുന്നുകൾ വന്നിട്ടുണ്ട്, അതുവഴി വെയിറ്റ് കുറയ്ക്കാം, സർജറി വഴി വെയിറ്റ് കുറയ്ക്കാം, എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാം. എങ്ങനെയാലും വെയിറ്റ് കുറയ്ക്കുമ്പോഴാണ് ഫാറ്റ് ലിവർ. ലിവർ ക്യാൻസറിന് ലിവർ ട്രാൻസ്പ്ലാന്റ് അല്ലാതെ ഉള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ലിവർ ക്യാൻസറിന് പലതരത്തിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതായത് എളുപ്പത്തിലുള്ള ചെറിയ സാധനങ്ങളൊക്കെയാണെങ്കിൽ നമുക്കത് കരിച്ച് കളയാൻ പറ്റും. അബ്ലേഷൻ എന്ന് പറയും. അത് മൈക്രോവേവ് കൊടുത്തിട്ട് ചൂടുകൊണ്ട് കളയാം, അല്ലെങ്കിൽ റേഡിയോ വേവ്സ് കൊടുത്തിട്ട് കരിക്കാൻ പറ്റും. ഇച്ചിരൂടെ സൈസ് ഉണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ, അതായത് നമ്മൾ ആർട്ടറി കൂടെ രക്തക്കുഴലിൽ കൂടെ പോയിട്ട് അതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യും. അതായത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്നത് പോലെയാണ്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അത് ആക്ച്വലി തുറക്കുക ചെയ്യുക, ഇത് നമ്മൾ അടയ്ക്കുക ചെയ്യുക. അത് ക്യാൻസറിലേക്ക് പോകുന്ന ക്യാൻസറിൻ്റെ ഭക്ഷണം ആണല്ലോ ബ്ലഡ്, ആ രക്തഓട്ടം നമ്മൾ നിർത്തുക, ഫുഡ് കൊടുക്കാണ്ടിരിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ക്യാൻസറിൻ്റെ ബീഡ്സും ഉണ്ടാവും, കുറച്ച് മരുന്ന് അത് വേറെ എവിടെയും ചെല്ലില്ല, ലോക്കലായിട്ട് ആക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് അടുത്ത CT എടുത്ത് നോക്കും, അത് കരിഞ്ഞോ നോക്കും. അങ്ങനെ കരിക്കാൻ പറ്റും ഇച്ചിരി വലിയ സൈസ് ആണെങ്കിൽ. ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ ബാക്കി ലിവർ ഓക്കെ ആണെങ്കിൽ ഈ ലിവർ നമുക്ക് സർജറി ചെയ്തെടുത്ത് കളയാൻ പറ്റും. ഈ ക്യാൻസർ അത് സർജറിയുടെ ഭാഗമായി പോയി, പക്ഷേ എന്നാലും അങ്ങനെ അതെടുത്ത് കളയാൻ പറ്റും. പിന്നെ ഇതൊന്നുമില്ല, ഇച്ചിരൂടെ അഡ്വാൻസ് സ്റ്റേജസ് ആണ്, സ്പ്രെഡായി, അല്ലെങ്കിൽ ഈ പറഞ്ഞ സൈസിൻ്റെ അകത്ത് വരില്ല, ട്രാൻസ്പ്ലാന്റിന് ഫിറ്റ് ആവില്ല, അങ്ങനെയൊക്കെയുള്ള കാൻഡിഡേറ്റ്സ് വരും. അത് ബാക്കി ലിവർ ഫംഗ്ഷൻ ചിലപ്പോൾ നോർമലായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ മരുന്നുണ്ട്. അപ്പോൾ അത് 2 തരത്തിലുള്ളത്. ഒന്ന് ഇമ്മ്യൂണോ തെറപ്പി എന്ന് പറയും. അതായത് നമ്മൾ തന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടിയിട്ട് ആ ഇമ്മ്യൂൺ സെൽസ് പോയിട്ട് ക്യാൻസറിനെ അങ്ങോട്ട് കൊല്ലും. അതിന് ഇമ്മ്യൂണോ തെറപ്പി എന്ന് പറയും. അപ്പോൾ ഇമ്മ്യൂണിറ്റി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ അത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. പിന്നെ അത് ഇഞ്ചെക്ഷൻസ് ആണ്. നമ്മൾ മറ്റേ കീമോതെറപ്പി പോലല്ല, മുടി കൊഴി അങ്ങനത്തെ സൈഡ് എഫക്ട്സ് അല്ല. അപ്പോൾ ഇമ്മ്യൂണോ തെറപ്പി അത് കൊടുക്കാം. അതില്ലാതുണ്ടെങ്കിൽ അതിന് മോസ്റ്റ്ലി അതിന് ഫൈനാൻഷ്യൽ ഇഷ്യൂസാണ് വരിക, ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് വേറെ ടാബ്ലറ്റ്സ് ആയിട്ടുണ്ട്. ആ ടാബ്ലറ്റ്സ് ഈ പറഞ്ഞ പോലെ മുടി കൊഴി അങ്ങനത്തെ ടാബ്ലറ്റുകളല്ല, അതിന് വേറെ സൈഡ് എഫക്ട്സ് ഉള്ള, ഇവിടെ അൾസർ വരിക, കയ്യിൽ അൾസർ വരിക, വയൽ അങ്ങനത്തെ സൈഡ് എഫക്റ്റ് ഉണ്ട്. പക്ഷേ ടോളറേറ്റ് ചെയ്യും ആൾക്കാർ, സാധാരണ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അത്ര എഫക്റ്റീവ് അല്ല. നേരത്തെ പറഞ്ഞാൽ ലിവർ ക്യാൻസർ കാരണം അങ്ങനെ വലിയ പ്രശ്നം വരില്ല. ബാക്കിയുള്ള ലിവറിൻ്റെ ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ അതുവരെ ഓക്കെ ആയിരിക്കും. ആ ബാക്കിയുള്ള ലിവറിൻ്റെ ഫംഗ്ഷൻ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാലിയേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ വരാണ്ട് അതിന് മുന്നേ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജിൽ ആളെ കിട്ടിക്കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ് ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ്.